വരുമോ നീ തിങ്കളേ തിങ്കളേ. മോള് ഇറങ്ങി വന്നേ. എന്താ അമ്മേ? മോള് വാ. അമ്മേ അമ്മേ, എന്തിനാ ഇങ്ങനൊരു സസ്പെൻസ്? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഇത് ആരുടെ വീടാ? വാ, അതൊക്കെ പറയാം. വാ അമ്മേ. വന്നേ, വാ. അമ്മേ, ഈ നെറിയില്ലാത്ത മനുഷ്യന്റെ അടുത്തേക്കാണോ എന്നെ കൊണ്ടുവന്നത്? ദേവി, നിന്നെ എനിക്ക് വേണം. എന്റെ സഹോദരിമാരുടെ വാക്കുകൾ ഇനി ഞാൻ അനുസരിക്കില്ല. എനിക്കും നിനക്കുമിടയിൽ ഇനി ആരും കടന്നു വരില്ല. സത്യം. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല. എന്റെ ദേവിയുടെ വാക്കുകളല്ലാതെ മറ്റാരുടെയും വാക്കുകൾ ഇനി ഞാൻ അനുസരിക്കില്ല. സത്യം. എനിക്ക് ഇനിയും എന്റെ ദേവിയെ വേണം. ചെല്ലു മോളെ. ദേവി, കിഷൻ, കിഷൻ, സേതു, ബാലാമണി, ചിഞ്ചുമോൾ, രാധിക, മത്തായി, എല്ലാം നല്ല കഥാപാത്രങ്ങൾ. എന്റെ ദേവിയുടെ ജീവിതം സംഭവബഹുലം തന്നെ. എന്നോടും ചേച്ചിമാരോടുള്ള വാശിക്ക്
ജീവൻ വെച്ചുള്ള കളിയാ ദേവി കളിച്ചത്. ഭാഗ്യം കൊണ്ടാ എല്ലാം ഒന്നും ഒതുങ്ങിയത്. ശരിയാ, വാശിയായിരുന്നു. ജീവിതം നശിപ്പിക്കാനുള്ള ഒരുതരം വാശി. വാശിയേറിയ ആ യാത്രയിലാ സേതുശേഖരൻ തമ്മി വന്നു പെട്ടത്. പക്ഷേ അയാള് പാവമായിരുന്നു. ഒരുപാട് നന്മകൾ ഉള്ളിൽ ഒളിപ്പിച്ച ഒരു പാവം. ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല. അമ്മ എന്നെ ഒന്നിനും അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ആ പാവത്തിനെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. വേണ്ട വേണ്ട ദേവി, എന്റെ ദേവി ഇനി ആരും രക്ഷിക്കണ്ട. നമുക്കൊരു ജീവിതം വേണം. നഷ്ടപ്പെട്ടു പോയ കുറേ ദിവസങ്ങൾ അത് നമുക്ക് വീണ്ടെടുക്കണം. കിഷന്റെ സഹോദരിമാർ വരില്ല. അവർക്ക് നമ്മളെ കണ്ടെത്താനാവില്ല. ഇവിടെ ഇന്നു മുതൽ നമ്മുടെ ലൈഫ് തുടങ്ങുന്നു. ഒരു പുതിയ ലൈഫ്. അവര് പാലിന് മയക്കുപൊടി ചേർത്ത് തരും. അത് കുടിക്കരുത്. കുടിച്ചാ ഈ കുഞ്ഞുവാവെ അവരെടുത്തോണ്ട് പോകും. മോളെ, ആറു മുമ്പ് കഴിച്ചോണേ മോളെ. ഞാൻ കുടിക്കാൻ കഴിഞ്ഞ പിന്നെ അത് കൊള്ളില്ല. കഴിച്ചോ. നിക്കവിടെ. എവിടേക്കാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? അത് പൊന്നുമോളെ ഒന്ന് കുളിപ്പിക്കാന്ന് വിചാരിച്ചു. പിന്നെന്താ എന്നെ അറിയിക്കാതിരുന്നത്? അത് മോളെ നല്ല ഉറക്കമല്ലേന്ന് കരുതിയിട്ടാ. അതിന് ഞാൻ ഉറങ്ങുമ്പോ കുഞ്ഞിനെ കുളിപ്പിക്കാറില്ലല്ലോ. അല്ല, കുഞ്ഞിനെ കുളിപ്പിച്ച് പൊട്ടു തൊടിയിച്ച് സുന്ദരിയാക്കി ഒന്നും അറിയാത്ത പോലെ ബാലയുടെ അടുത്തോണ്ട് കിടത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ബാലയെ അത്ഭുതപ്പെടുത്താൻ. ഇപ്പൊ കുളിപ്പിക്കണ്ട. കുഞ്ഞിന് ചെറിയ നീരിളക്കമുണ്ട്. നാളെ കുളിപ്പിക്കാം. ഇവിടെ കൊണ്ട് കിടത്ത്. കൊണ്ട് കിടത്താൻ. എന്നാ മോള് ഇവിടെ കിടക്കട്ടെ. ഓ മോള് വാവോ. മോള് കരയണ്ട കേട്ടോ. ബാലമോളെ, കുഞ്ഞിന് പാല് കൊടുത്ത് ഉറക്കിക്കോ. നാളെ കുളിപ്പിക്കേ. വാ പോകാം. അടച്ചേക്ക് അടച്ചേക്ക്.
ആലീസേ, എടി ആലീസേ, ആലീസ്. താഴത്ത് വയ്ക്കാതെ ഞങ്ങൾ വളർത്തി വലുതാക്കിയതാ ഞങ്ങളുടെ കിഷനെ. നിന്റെ മോൾ ഒരിക്കൽ അവനെ തട്ടിയെടുത്തു. എല്ലാം കഴിഞ്ഞ് അവൻ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയതാ. അപ്പോഴേക്ക് നീയും നിന്റെ മോളും ഞങ്ങളുടെ ജീവിതത്തിൽ അസൽ വില്ലത്തികളായി വന്നു കയറി. എന്റെ മോളുടെയും കിഷന്റെയും ജീവിതത്തില് നിങ്ങളായിരുന്നു വില്ലത്തികളായത്. എത്ര പ്രതീക്ഷകളോടെയാ അവരൊന്നായത്. പക്ഷെ ഒരു ദിവസം പോലും ഒരുമിച്ച് അന്തി ഉറങ്ങാൻ നിങ്ങൾ അവർക്ക് അവസരം നൽകിയില്ല. ശരിയാ, ഞങ്ങളുടെ കിഷന് അങ്ങനൊരു ജീവിതം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ അവന്റെ മാത്രം താല്പര്യത്തിൽ ഞങ്ങളുടെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് അവൻ വിവാഹിതനായി. എന്നിട്ടും അവൻ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. എല്ലാം ദേവിക അംഗീകരിച്ചു എന്നും പറഞ്ഞ് വിവാഹം നടത്തിച്ചു. പക്ഷേ അവൾക്കൊരു കുടുംബമായിരുന്നു ആവശ്യം. നിങ്ങളുടെ മകൾ കിഷന്റെ കുഞ്ഞിനെ പ്രസവിക്കരുതെന്നൊരു വാശി ഞങ്ങൾക്കുണ്ട്. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ രണ്ട് സ്ത്രീകൾ കാണില്ല. പുരുഷവിരോധികളായ സഹോദരിമാർ, ദാമ്പത്യ ജീവിതത്തിനോട് വിരക്തിയുള്ള രണ്ട് സുന്ദരിമാർ. നിങ്ങളുടെ ജീവിതം പോയി. പക്ഷെ എന്തിന് കിഷന്റെ ജീവിതം പന്താടുന്നു? ഞങ്ങൾക്കിഷ്ടമല്ല അവനൊരു ജീവിതം കിട്ടുന്നത്. ഞങ്ങൾക്ക് വേണ്ടാത്ത ജീവിതം അവനും വേണ്ട. ക്രൂരതയായത്. എന്റെ മകളുടെ ജീവിതമാ നിങ്ങൾ മൂലം നാശമായത്. പറയടി, ഇപ്പൊ എവിടെയുണ്ട് കിഷനും ദേവികയും? എനിക്കറിയില്ല. അറിയാം, നിനക്കറിയാം. വേർപിരിഞ്ഞ അവരെ കൂട്ടി യോജിപ്പിച്ച ബുദ്ധി നിന്റെയാ. പറയേ, എവിടെയുണ്ട് കിഷൻ? അറിയില്ല. നിനക്കറിയും. പറയണല്ലേ പറഞ്ഞത്? പറയടി. നീ ഒളിപ്പിച്ചു വെച്ചോ. പക്ഷേ ഞങ്ങൾ കണ്ടെത്തും. ഇന്ന് അവരുടെ ആദ്യ രാത്രി ഒരുക്കിയിരിക്കല്ലേ നീ? ഞങ്ങൾ അനുവദിക്കില്ല. 14 ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അവരെ പൊക്കും. നോക്കിക്കോ, വാ. ആരാ നിങ്ങൾ? എന്താ കാര്യം? ഊരും പേരും പറഞ്ഞാൽ തോപ്പിൽ ജഗന്നാഥന്റെ ശ്രീമതിക്ക് മനസ്സിലായെന്ന് വരില്ല. കുറച്ച് തെക്കുന്നാ വരവ്. ഞാൻ ഗൗരി. ഞാൻ കൗസല്യ. ഇവിടെ എന്ത് കാര്യം? ഞങ്ങൾ 4 മക്കളാ. 10 തലമുറയ്ക്ക് തിന്നു കൂത്താടാനുള്ള സ്വത്തുക്കളുമുണ്ട്. 3 പെണ്ണും 1 ആണും. കിഷൻ, അതാണ് ഞങ്ങളുടെ സഹോദരന്റെ പേര്. താഴ്ത്തു വയ്ക്കാതെ ഞങ്ങൾ ആറ്റുനോറ്റു കൊണ്ടു നടന്ന ഞങ്ങളുടെ കിഷനെ ഇവിടുത്തെ പെണ്ണൊരുത്തി തട്ടിയെടുത്തു. ദേവിക നിങ്ങളുടെ മോളല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. മക്കളെ വളർത്തിയതിന്റെ ദോഷം. 1 വർഷം മുമ്പ് സംഭവിച്ച ദുരന്തത്തിൽ നിന്നും ഞങ്ങൾ അവനെ രക്ഷിച്ചതായിരുന്നു. മറ്റൊരു വിവാഹം തീരുമാനിച്ചതാ. അതിനിടയില ഇപ്പൊ നിങ്ങളുടെ മകൾ ഞങ്ങളുടെ ചെറുക്കനെ പൊക്കിക്കൊണ്ട് പോന്നത്. എവിടെ എവിടെ നിങ്ങളുടെ മോള്? മര്യാദയ്ക്ക് പറ. പറയാൻ. ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും വെറുതെ വിടില്ല നിങ്ങളുടെ മോളെ. കൊല്ലും കൊല്ലും ഞങ്ങൾ അവളെ. കൊള്ളാം. പുലിക്കൂട്ടിൽ പൂച്ചക്കുട്ടികളുടെ ശൗര്യം. പുലിയാണെന്ന് സ്വയം മേനി ചമഞ്ഞാ പോരാ. തോപ്പിൽ ജഗന്നാഥൻ ഉപ്പുലിയാണെന്നാ അറിയാവുന്നവർ പറയുന്നത്. അശോക മന്ദിരത്തിലെ പെൺകിടാങ്ങൾ പെൺപുലികളാണെന്നാ അനുഭവസ്ഥർ പറയാറ്. ശരി ശരി ആട്ടെ, പ്രിയപ്പെട്ട പെൺപുലികൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങളുടെ മകൾ ഞങ്ങളുടെ സഹോദരനെ കണ്ണും കയ്യും കാട്ടി മയക്കി വിളിച്ചിറക്കിക്കൊണ്ട് പോയി. ഞങ്ങളുടെ മകളല്ല, ഇവിടുത്തെ ബാല്യക്കാരി ആലീസിന്റെ മകളെന്ന് തിരുത്തണം. ബാല്യക്കാരിയുടെ മകളല്ല, ഞാൻ പ്രസവിച്ചത് അവളെ. എന്റെ മോളാ ദേവിക.